എടാ ഷിൻജാനെ, എടാ പിഞ്ചാനെ, എടാ ഒന്ന് വേഗം വന്നെടാ. ഷിൻജാനെ പിഞ്ചാനെ നിങ്ങൾ എവിടെയാ? ഓ ഇവന്മാരിത് എവിടെ പോയി കിടക്കാണ് ഈ ഷിൻജാനെ? ഓ ഈ റൂമിലില്ല, അവന്മാരിപ്പോൾ മുകളിൽ കാണും. മുകളിൽ തന്നെയാണ് എപ്പോഴും ഉള്ളത്. നമുക്കെന്തായാലും അവിടെ ചെന്ന് നോക്കാം. എടാ ഷിൻജാനെ, അതെ ഇവിടെ നിൽപ്പുണ്ട് അവന്മാർ. ഡാ പിന്നെ ഇന്നല്ലേ നിങ്ങളുടെ സ്കൂളിലെ ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ തരുന്നത്? പേപ്പർ തരത്തില്ലണ്ണാ, പേപ്പറൊന്നും തരത്തില്ല. അതിൽ നമ്മുടെ മാർക്ക് ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അത് നോക്കിയാൽ മതി. ആ അതൊക്കെ എനിക്കറിയാം, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് ഉച്ചക്കല്ലേ അത്? അതിന്ന് ഉച്ചക്കാണെന്നാ. എന്ത് പറ്റിയെന്ന്? പിന്നെ പോവണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾക്കൊന്ന് ഓർമ്മ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. നീ എന്തായാലും ഇവിടെ തന്നെ ഇരുന്നോ, എന്തായാലും റെഡി ആവണം. നിനക്ക് എത്ര മാർക്കുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ, നിനക്കും പിഞ്ചാനും. ഞാനെന്തായാലും പോവുക. നിങ്ങളെന്തായാലും എങ്ങനെയുണ്ട് നിങ്ങളുടെ മാർക്കെന്നൊക്കെ എനിക്ക് അറിയണം. ശിവന്മാർ പൊട്ടുപോയില്ലെന്ന് എനിക്കറിയില്ല. നമുക്കെന്തായാലും നോക്കാം. ഞാനെന്തായാലും പുറത്തേക്ക് പോട്ടെ. യുവന്മാരെ കൊണ്ട് എന്ത് ചെയ്യാൻ, എനിക്ക് വേറെ ജോലിയുണ്ട്. എടാ പിഞ്ചാനെ, നമ്മൾ എന്ത് ഇവിടെ? എനിക്കാണെങ്കിൽ പരീക്ഷയുടെ കാലത്ത് ടെൻഷൻ അടിച്ചിട്ടും വരാം. എനിക്ക് മിക്കവാറും മുട്ട തന്നെ കിട്ടും, ഉറപ്പാ. ഞാനാണെങ്കിൽ ഒന്നും പഠിക്കേണ്ട പരീക്ഷ എഴുതിയ. എടാ നീ എന്തുവാടാ പറയണേ? എടാ ഷിൻജാനെ, നീ പേടിക്കൊന്നും വേണ്ടടാ. എനിക്കെന്തായാലും ഫുള്ള് കിട്ടും. ചിലപ്പോൾ ഫുള്ള് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നല്ലോണം പഠിച്ചിട്ടാണ് എഴുതിയത്, അതുകൊണ്ട് സീനൊന്നും ഇല്ല. നിനക്ക് ഇനിയിപ്പോൾ എന്തോരോന്ന് എനിക്കിങ്ങനെ അറിയാം. എടാ പിഞ്ചാനെ, നിനക്ക് മാർക്ക് കിട്ടും, പക്ഷെ എനിക്ക് മാർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം നല്ല ടഫ് പരീക്ഷ തന്നെ, ഞാനൊരു കുന്തം പഠിച്ചില്ല. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എനിക്കെന്തായാലും ഫുള്ളുണ്ടാകുമെന്നാ തോന്നുന്നത്. എന്തായാലും നോക്കാം. 50 മാർക്ക്. നമുക്കെന്തായാലും നോക്കാം. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് മേള. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും സോഫ കിടന്ന് ചാടട്ടെ. ഗായ്സ്, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ മേല. എന്തായാലും ഇത്രയും സമയം കിട്ടുന്നത് കൊണ്ട് നമുക്ക് ചുമ്മാ ഇരിക്കാം. 2 hours later. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ പോകേണ്ട സമയമായിട്ടുണ്ട്. നമുക്കെന്തായാലും ഷിൻജാനും പിഞ്ചാനും വിളിക്കാം. അവന്മാരുടെ ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക് എന്തായാലും എനിക്ക് അറിയണം. എടാ ഷിൻജാനെ പിഞ്ചാനെ വാ, നമുക്കെന്തായാലും പോവാം. നമുക്കെന്തായാലും വേഗം എൻ്റെ ഥാറിൽ കയറി അങ്ങോട്ട് പോവാം. എങ്ങോട്ടാണ്? എനിക്കറിയത്തില്ല. എങ്ങോട്ടാണെന്നോ? എൻ്റെ പരീക്ഷയുടെ മാർക്ക് നോക്കാൻ. എന്താടാ മറന്നുപോയോ? നീ എന്തായാലും വേഗം വരാൻ നോക്ക്. ഗായ്സ്, ഇവർ ഈ ഷിൻജാൻ എന്തായിരിക്കും ഗീസ് മാർക്കെന്ന് എനിക്കറിയാൻ മേല. പിഞ്ചാൻ പിന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഗീസ്. അവൻ വന്നു കഴിഞ്ഞ് പിന്നെ വേറെ എക്സാം ഒന്നും നടന്നില്ല, അതുകൊണ്ട് നമുക്ക് അറിയില്ല പിഞ്ചാൻ എങ്ങനെയായിരിക്കും പഠിത്തത്തിലെന്ന് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോവാം. നമ്മുടെ പിഞ്ചാനെ വേഗം ഒന്ന് വണ്ടി കയറ് ഗൈസ്. നമുക്ക് എന്തായാലും പോവാം. പിന്നെ ഗൈസ്, ഇതുവരെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും വേഗം പോവാം. നമ്മളെന്തായാലും പിഞ്ചാനെ സ്കൂളിലേക്കാണ് പോണത്. അവിടെ എന്തായാലും ഗൈസ് ഇവരുടെ കൂട്ടുകാരൊക്കെ നിൽപ്പുണ്ടാവും. അവന്മാർക്ക് നല്ല മാർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇനി ഷിൻജാൻ്റെ പരുങ്ങല് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവന് മുട്ട കിട്ടുമെന്നാണ് ഗൈസ്. കാരണം അവൻ പരീക്ഷയ്ക്കൊന്നും പഠിക്കാണ്ടാ പോയത്. ഇനിയിപ്പോൾ എന്താകുമെന്ന് അറിയില്ല. പിഞ്ചാൻ പിന്നെ ടെസ്റ്റൊക്കെ തുറന്ന് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവൻ പഠിച്ചാലെന്ന് അറിയില്ല ഗൈസ്. നമുക്കെന്തായാലും ചെന്ന് നോക്കാം. അവനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഗൈസ്. അവൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് ടൈം അല്ലേ ഗൈസ്. അപ്പം നമുക്കെന്തായാലും വേഗം സ്കൂളിൻ്റെ അകത്തേക്ക് ചെന്ന് നോക്കാം ഗൈസ്. ഞാനെന്തായാലും ഇവിടെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താ പിഞ്ചാനെ, നീ ഒന്ന് വേഗം ഒന്ന് വാടാ. അതെ, അവൻ വരുന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നേരം പോവാം. സ്കൂളിൻ്റെ അകത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ഇവന്മാരവിടെ എന്ത് കാണിക്കുക? പടി കയറാൻ പോലും അറിയാൻ മേലാത്ത പൊട്ടന്മാരെടാ. ഒന്നത് ഫ്രണ്ടിൽ കൂടെ കയറി വാ, ചാടിച്ചാടിയെങ്കിലും വാ. പടി കയറാൻ പോലും അറിഞ്ഞൂടെടാ. നിങ്ങൾ എന്താടാ ഇത്? നിങ്ങൾ ഈ സ്കൂളിൽ പിന്നെ എങ്ങനെയാടാ കയറിയത്? ഇവന്മാരുടെ കാര്യം ഗൈസ്. എന്തായാലും നമുക്ക് പോവാം. ഇത് എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ ഈ ബോർഡൊക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു മാർക്ക് എഴുതിയത്. അത് എവിടെയാണെന്നിപ്പോൾ എനിക്ക് അറിയില്ല. നമുക്കെന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം ഗൈസ്. അവിടെ എന്തെങ്കിലും കാണുമോ? ഇതെന്താ ഗൈസ്, ഗരാജൊക്കെ ഉണ്ടോ സ്കൂളിൽ? ഇത് ഇവൻ്റെ ഫ്രണ്ട്സ് അല്ലേ? ഡോറല്ലേ ഇത്? എടാ വേണ്ട, നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും മാർക്ക് എങ്ങനെയുണ്ട്? മാർക്ക് നിങ്ങൾ നോക്കിയോ? ചെക്കണാ, ഞങ്ങൾ മാർക്ക് നോക്കി. മാർക്ക് അടിപൊളിയാ. ഞങ്ങൾക്ക് എല്ലാവരും ജയിച്ചു. ഞങ്ങൾ എല്ലാ വിഷയത്തിനും ജയിച്ചു. ആണോ? ഓ ഇതല്ലേ മാർക്ക് നോക്കുന്ന സ്ഥലം? ചെക്കണാ, അത് തന്നെയാ. നിങ്ങൾ നോക്കിക്കോ. അപ്പം ശരിയെങ്കിൽ ഞാൻ എന്തായാലും നോക്കട്ടെ. ഇതിലിപ്പോൾ നമുക്ക് ഷിൻജാൻ്റെ മാർക്ക് നോക്കാം എന്തായാലും. എടാ ഷിൻജാനെ, നിനക്കെന്താ മുട്ട കിട്ടുമോ ഇനിയിപ്പോൾ? ഷിൻജാനും കൂടെ കമ്പയർ ചെയ്യാം ഗീസ് നമുക്കെന്തായാലും. ഞാനെന്തായാലും നോക്കട്ടെ. അതിനകത്ത് ജയിക്കുന്ന ആൾക്ക് എന്തായാലും നമ്മൾ മന്തി മേടിച്ചു കൊടുക്കും. അപ്പോൾ ഗീസ് നമുക്കെന്തായാലും മാർക്ക് നോക്കാം. ശരി, ഷിൻജാൻ എവിടെ? ഷിൻജാൻ ഇവിടെ ഉണ്ട്. ഷിൻജാൻ എത്രയാണ് മാർക്ക്? ഷിൻജാന് 10. എടാ ഷിൻജാനെ, ഇതെന്താടാ നിനക്ക് 10 മാർക്ക്? എടാ നീ എന്താടാ 10 മാർക്ക്?
ഗൈസ് എനിക്ക് 10 മാർക്ക്. അയ്യോ എനിക്ക് 10 മാർക്ക് കിട്ടി. എനിക്ക് 10 മാർക്ക് കിട്ടിയേ. ഞാൻ 0 കിട്ടുമെന്ന് ഓർത്തിട്ട് എനിക്ക് 10 മാർക്ക് കിട്ടി. 50-ല് എനിക്ക് 10 മാർക്ക് കിട്ടിയല്ലോ. 10 മാർക്ക് കിട്ടിയല്ലോ. എടാ ഷിൻചാനെ നിന്നെ വെറുതെ വിടില്ലടാ. നീ എന്താ കിടന്ന് ഡാൻസ് കളിക്കുന്നോ 10 മാർക്ക് കിട്ടിയപ്പോ? അയ്യോ ഞാൻ പോണേ. എന്റെ അമ്മച്ചി ഇനി ജാക്കണം നമ്മളെ പിടിച്ച് അടിക്കൂല്ലെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും വേഗം ഒന്ന് ഓടാം. ഞാൻ എന്തായാലും വേഗം ഒന്ന് ഓടിപ്പോട്ടെ ഗൈസ്. ഗൈസ് നമ്മുടെ ഷിൻചാനാണെങ്കിൽ നോക്ക് ഗൈസ് 10 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിച്ച് പോകണം. ഇവനാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഞാൻ നോക്കിക്കോളാം. നമ്മുടെ പിഞ്ചാൻ്റെ മാർക്ക് നോക്കട്ടെ ഗൈസ്. പിഞ്ചാൻ 50-ല് 48 ഗൈസ്. എൻ്റെ മോനെ എടാ പിഞ്ചാനെ അടിപൊളിയടാ. നീ നന്നായിട്ട് പഠിക്കുന്നവനാണല്ലോ ഗൈസ്. 50-ല് 48 ഗൈസ്. ഇതൊക്കെ മേടിക്കാനായിട്ട് കുറേ പഠിക്കണം. എടാ പഠിപ്പി അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നിനക്ക് ഞാൻ മന്തി മേടിച്ചു തരാം. നീ എന്തായാലും എൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഷിൻചാനെ ഉണ്ടല്ലോ നീ കൊതിപ്പിക്കണം. അവനെന്തായാലും ഞാനിന്ന് ഒരു വഴിയാക്കും. അവൻ 4 ദിവസത്തേക്ക് നീ കിടപ്പിലായിരിക്കും. ഇന്ന് കാണിച്ചു കൊടുക്കണം കേസ്. അവൻ എന്തായാലും പഠിക്കത്തുമില്ല. ഇവനെ ഇന്ന് അടിച്ച് പുറം പൊളിക്കണം കേസ് എന്തായാലും. എടാ പിഞ്ചാനെ നീ വണ്ടി കയറ്. വേഗം ഒന്ന് കയറാ പിഞ്ചാനെ. നീ അവിടെ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കടാ. ഒന്ന് വേഗം കയറ് ഗൈസ്. നമ്മുടെ പിഞ്ചാനാണെങ്കിൽ ഇവിടെ 50-ല് 48 മാർക്കുണ്ട് ഗീസ്. നമ്മുടെ ഷിൻചാനാണെങ്കിലോ 50-ല് 10 മാർക്ക്. അതായത് 50-ല് 10 ഗീസ്. നമുക്കെന്തായാലും വേഗം വീട്ടിലേക്ക് പോവാം. ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗീസ്. ഇന്ന് ആ ഷിൻചാൻ്റെ കാര്യത്തിൽ ഇന്ന് അവനെ കാണിച്ചു കൊടുക്കാം. ഇന്ന് അവൻ്റെ കാര്യത്തിൽ പദം വരത്തും ഗീസ്. ഞാൻ അവനെ എവിടെ അവനെന്താ പുറത്തില്ലല്ലോ ഗീസ്. അകത്ത് തന്നെ കാണും ഗീസ്. അവൻ ഇന്ന് ഞാൻ പദം വരുത്തും. എവിടെയാ ചെറുക്കാൻ ഗീസ്. നമുക്കെന്തായാലും വണ്ടി ഇവിടെ നിർത്താം. ഗൈസ് ഇതെന്താണ് ഗൈസ്? എന്തോ ഞാനെന്തോ പുറത്തൊരൊച്ച കേട്ടു. അയ്യോ ജാക്കണം വന്ന് ഇന്ന് എന്നെ കൊല്ലും ഗൈസ്. ആ പിഞ്ചാനും മന്തി കിട്ടും. അയ്യോ ഇപ്പൊ എവിടെയെങ്കിലും ചെന്ന് ഒളിക്കാം ഗൈസ്. നമുക്ക് വേഗം ഞാൻ എന്തായാലും വേഗം മുകളിലേക്ക് ചെല്ലട്ടെ ഗൈസ്. നമ്മൾ മുകളിൽ എവിടെ ചെന്ന് ഒളിക്കും ഗൈസ്. എനിക്കാണെങ്കിൽ മുകളിൽ അവിടെ ഒളിക്കണമെന്ന് അറിയാൻ മേലെ. നമുക്ക് ഇവിടെ ഒളിക്കാം ഗൈസ്. ഈ ബാൽക്കണിയിൽ ചെന്ന് ഒളിക്കാം. അയ്യോ ഡോർ തുറക്കുന്നില്ലോ. തുറന്ന് നമുക്ക് എന്തായാലും വേഗം ഇവിടെ ചെന്ന് ഒളിക്കാം. എന്നെ കണ്ടുപിടിക്കില്ലെന്ന് തോന്നുന്നു. കണ്ടുപിടിച്ചാൽ എൻ്റെ കഥ തീർന്ന്. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കട്ടെ ഗൈസ്. എടാ പിഞ്ചാനെ നീ എന്തായാലും വേഗം അകത്തേക്ക് വാ. ഇന്ന് ആ ഷിൻചാൻ്റെ കാര്യത്തിലൊരു പദം വരുത്തിയിട്ട് ബാക്കി കാര്യമുള്ളൂ ഗൈസ്. അവനെന്തായാലും എവിടെയെന്ന് എനിക്കറിയില്ല. അവനെന്തായാലും മുകളിൽ തന്നെ കാണും ഗൈസ് ആ കുരിപ്പ്. നമുക്കെന്തായാലും മുകളിലേക്ക് നോക്കാം. മുകളിൽ ചെന്ന് നോക്കുമ്പോൾ എവിടെ ഇടാ അവൻ ഒളിച്ചിരുന്ന വല്ലയിടത്തും. അവൻ കണ്ട് ബാൽക്കണി കയറി ഒളിച്ചിരിക്കുന്നടാ ഷിൻചാനെ. നിന്നെ എന്ന് ഞാൻ കാണിച്ചു തരടാ ഷിൻചാനെ നിന്നെ ഇന്ന് ഞാൻ. അയ്യോ ഗൈസ് ഇത് എന്താണ് ഗൈസ് ഇത്? അയ്യോ നമ്മുടെ ജാക്കണനാണെങ്കിൽ ഇങ്ങോട്ട് വന്ന. അയ്യോ നമുക്ക് വേഗം ഓടാം ഗൈസ്. ഇങ്ങോട്ട് നമ്മുടെ ജാക്കണ്ണം വരുന്നുണ്ട്. എന്നെ ഇന്ന് തല്ലുന്ന തോന്നുന്നു. എൻ്റെ പുറകെ ഓടി വരുന്നുണ്ട്. എടാ ഷിൻചാനെ നിക്കടാ അവിടെ. നീ എന്താടാ ഓടിക്കളിക്കുന്ന? നിക്കടാ നിന്നെ ഇന്ന് കാണിച്ചു തരടാ. അയ്യോ ജോണിച്ചേട്ടാ ഒന്ന് മാറിക്കേ. അയ്യോ നമുക്ക് വേഗം പോവാം ഗൈസ്. ഇന്ന് എന്നെ ജാക്കണ്ണൻ അടിച്ച് തീർക്കും. അയ്യോ എൻ്റെ പുറകെ വരുന്നുണ്ടേ. ഓടിക്കോ ഗൈസ്. അപ്പോൾ ഇതേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഇവിടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എടാ ഷിൻചാനെ നീ എന്താടാ വീഡിയോ നിർത്തിക്കളയാൻ നോക്കണടാ ഗൈസ്. ആരും പോവല്ലേ. ഇവനിന്ന് പദം വരുത്തണ കണ്ടിട്ട് പോയാൽ മതി. അയ്യോ ഗൈസ് അപ്പോൾ ഇതേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുട്ടു ബ്രോ ഇനിയും കുറെ പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതുവരേക്കും കുട്ടു ബ്രോ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഗൈസ്. എന്നെ